ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. പുതിയ പരിശീലകന് കീഴിൽ പുതിയ സീസണിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലാണ് ചെന്നൈയിൻ FC ഇപ്പോൾ ഉള്ളത്. ഇന്ത്യൻ പരിശീലകനായ ക്ലിഫോർഡ് മിറാണ്ടയാണ് ഇനി മുതൽ ചെന്നൈയിൻ FCയെ പരിശീലിപ്പിക്കുക. നമുക്കറിയാം, ഓവൻ കോയൽ ഇപ്പോൾ ക്ലബിൽ നിന്നും പടിയിറങ്ങിയിട്ടുണ്ട്. മിറാണ്ട ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റിൽ വലിയ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. പല വിദേശ താരങ്ങളെ സ്വന്തമാക്കാനുള്ള ശ്രമങ്ങൾ ചെന്നൈയിൻ FC നടത്തുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. പുതിയ റൂമറുകൾ പ്രകാരം 4 വിദേശ താരങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി ഇപ്പോൾ ചെന്നൈയിൻ FC ശ്രമിക്കുന്നുണ്ട്. സൂപ്പർ കപ്പിന് മുന്നേ 2 താരങ്ങളെ എത്തിക്കാനാണ് അവരുടെ പ്ലാൻ. അതായത് കാൾ മക്ഹ്യൂഗിന് വേണ്ടി ചെന്നൈയിൻ FC ശ്രമിക്കുന്നു. നേരത്തെ ഗോവയ്ക്ക് വേണ്ടിയും മോഹൻ ബഗാന് വേണ്ടിയും കളിച്ചിട്ടുള്ള താരമാണ് കാൾ മക്ഹ്യൂഗ്. അദ്ദേഹത്തെ സൂപ്പർ കപ്പിന് മുന്നേ എത്തിക്കാനാണ് ചെന്നൈയിൻ FCയുടെ പ്ലാൻ. അതുപോലെ തന്നെ കാർലോസ് ഡെൽഗാഡോക്ക് വേണ്ടിയും ചെന്നൈയിൻ FC ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. സെന്റർ ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന താരമാണ് ഡെൽഗാഡോ. ഈ 2 താരങ്ങളെയും സൂപ്പർ കപ്പിന് മുന്നേ തന്നെ എത്തിക്കാനാണ് ചെന്നൈയിൻ FCയുടെ പ്ലാൻ. പിന്നീട് മറ്റൊരു റൂമർ പുറത്തേക്ക് വന്നത് മധ്യനിര ശക്തിപ്പെടുത്താൻ വേണ്ടി ഹ്യൂഗോ ബോമസ്, സൗൾ ക്രെസ്പോ ഈ 2 താരങ്ങളെയും ചെന്നൈയിൻ FC നോട്ടമിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഹ്യൂഗോ ബോമസ് ഒഡീഷ FCയുടെ താരമാണ്. സൗൾ ക്രെസ്പോ ഈസ്റ്റ് ബംഗാളിന്റെ താരമാണ്. ഈ 2 താരങ്ങളെയും എത്തിക്കാൻ ഇപ്പോൾ ചെന്നൈയിൻ FCക്ക് താല്പര്യമുണ്ട്. ഒരുപക്ഷെ വരുന്ന ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിലായിരിക്കും ഈ 2 താരങ്ങളെയും ചെന്നൈയിൻ FC എത്തിക്കുക. ഇപ്പോഴത്തെ ട്രാൻസ്ഫർ വിൻഡോ അടച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്ലബ്ബുകൾ തമ്മിലുള്ള കൈമാറ്റം നടക്കില്ല. ഫ്രീ ഏജന്റുമാരായ താരങ്ങളെ മാത്രമായിരിക്കും ചെന്നൈയിൻ FCക്ക് ഇപ്പോൾ സ്വന്തമാക്കാൻ സാധിക്കുക. ക്ലബ്ബുകൾ തമ്മിലുള്ള കൈമാറ്റം നടക്കണമെങ്കിൽ അടുത്ത ജനുവരി ട്രാൻസ്ഫർ ജാലകം വരെ അവർ കാത്തിരിക്കേണ്ടി വന്നേക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.